നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനെൻ്റെ നാട്ടിലാണുള്ളത്. ഞാൻ എൻ്റെ വീടിൻ്റെ വളരെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന നല്ല കളകള നാദങ്ങൾ ഒഴുകുന്ന വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ തോടിൻ്റെ സൈഡാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ മഴക്കാലത്തും വളരെ ശക്തമായിട്ട് കുത്തി ഒഴുകി വരുന്ന മലകളിൽ നിന്ന് വരുന്ന വെള്ളം, അങ്ങ് ദൂരെ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മഴക്കാലത്ത് വളരെ അതിശക്തമായിട്ട് വളരെ ശക്തിയോടെ കുത്തൊഴുക്കിൽ കൂടെ വരുന്ന മലപ്പാമ്പുകളടക്കം ഒഴുകി വരുന്ന ഈ തോടിൻ്റെ തോട്ടിൽ കൂടെയാണ്. ഇതൊരു ചെറിയ തോടാണ്. ഇത് താഴെ വലിയൊരു പുഴയുണ്ട്. ആ പുഴയിലേക്കാണ് ചെന്ന് ചേരുന്നത്. ഇനി എൻ്റെ വീടിൻ്റെ സൈഡ് അവസ്ഥകൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ ഒരു വീട് മാത്രമല്ല, ഞങ്ങളൊരു 3-4ഓളം കുടുംബങ്ങൾ ഇതേപോലെ ഈ തോടിൻ്റെ അരികെ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാട്ടോ. കാണിച്ചു തരാം എല്ലാവർക്കും. ഇത്ര ഗ്യാപ്പുള്ളൂ. ഇത് ഞങ്ങളെ പറമ്പിൻ്റെ ഒരു അതിരാണ്. ഈ അതിരിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ്. ഇതുണ്ട്, താഴേക്ക് നേരെ പോകുന്ന തോടാണ്. നമ്മൾ നേരത്തെ കാണിച്ച തോടാട്ടോ, താഴേക്ക് ഒഴുകുന്നതാണ്. ഇതിൻ്റെ അവസ്ഥ വളരെ ഭീകരതയാണ്. നമ്മളിവിടെ ഇങ്ങനെ പേടിച്ചാണ് ഓരോ വർഷക്കാലവും കഴിഞ്ഞു പോകുന്നത്. അതായത് എൻ്റെ പെങ്ങള ഒരു ഷെഡാണ്. ഇവിടെയൊക്കെ വീടുണ്ട്. ഇതൊരു പഴയ വീടാണ്, ഞാൻ കാണിക്കാം. ഇതൊരു പഴയ വീടാണ്, നമ്മുടെ തറവാടാണ്. അവിടെ നിന്ന് ഇപ്പം ആൾക്കാർ പേടിച്ചിട്ട് താമസിക്കുന്നില്ല. കണ്ടോ, ഇത്രയും നമ്മുടെ വീടിനവിടെ സൈഡിലൂടെ ചേർന്ന് പോകുന്നൊരു പുഴ. അതിഭീകരമാണ് അവസ്ഥ കേട്ടോ. ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ പേടിച്ച് വേണം അങ്ങനെ താമസിക്കാനോ. ഇതാണ്, ഒരു 30 മീറ്റർ പോലും അകലമല്ല ഈ ഷെഡ് ഇരിക്കുന്നതും നമ്മുടെ വീടിരിക്കുന്നതും. യാതൊരു വിധ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പഞ്ചായത്തിൻ്റെ ആണെങ്കിലോ പഞ്ചായത്ത് അധികാരികളാണെങ്കിലോ അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും സർക്കാർ ഭാഗത്തു നിന്നും ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടാണ്ട് വളരെ വർഷക്കാലമായി ഇവിടെ താമസിക്കുന്ന 4-5 കുടുംബങ്ങൾ വളരെ ദയനീയാവസ്ഥ. ഇവിടേക്ക് വരുന്ന വഴിയിലേക്ക് നമുക്കൊരു വഴിയൊന്നുമില്ല. വെറും 30 മീറ്റർ പോലും ഇല്ല. കണ്ടോ, 30 മീറ്റർ പോലും ഇല്ലാണ്ട് ഞാൻ കാട്ടി ഒരു 15 മീറ്റർ അടുത്താണ് ഈ പുഴ തോട് ഒഴുകുന്നത്. വർഷക്കാലം ആയാലൊക്കെ ഉള്ളതിൻ്റെ അവസ്ഥകൾ ഞാൻ പറഞ്ഞറിയിക്കാണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇത്ര അടുത്താണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൽ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം കയറും. ഇതിങ്ങനെ ഈ ചുറ്റുപാട്, ഇതാണ് വീട്. എൻ്റെ വീടിരിക്കുന്നതാണ് ഇവിടെ. ഇവിടെ ഒന്നും മണ്ണൊന്നുമില്ല, ഫുള്ള് കല്ലുകളാണ്. ഇത് താഴത്തെ അവസ്ഥ കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടോ, അവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാകെ ഇടിഞ്ഞ് തരിപ്പണായിരിക്കുകയാണ്. ഇതിൽ അങ്ങ് മല എത്ര വലിയ ദൂരമൊന്നുമല്ല, 1 കിലോമീറ്ററൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ മലയിലേക്ക്. ആ മലയിൽ നിന്നും വെള്ളം കയറി. ഇത് അപ്പുറത്ത് സ്വകാര്യ വ്യക്തിൻ്റെ പറമ്പിലൊക്കെ വെള്ളം കയറി ആകെ നശിച്ചു പോയി സൈഡൊക്കെ. കണ്ടോ, നമ്മളെ ഇത്രയും ഗ്യാപ്പാണുള്ളൂ. വീടും തോടും നിൽക്കുന്ന അകലമാണ് ഞാൻ കാണിക്കുന്നത്. വലിയ അകലമൊന്നുമല്ല, 10 മീറ്റർ 15 മീറ്ററൊക്കെ കാണുള്ളൂ. പ്രദേശം ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളാണ്. കണ്ടില്ലേ, ഫുള്ള് കല്ല് ഇതൊക്കെയായിട്ട് നിൽക്കുന്നുണ്ട്. താഴേക്ക് ഞാൻ കാണിച്ചല്ലോ. താഴേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ
അവിടുത്തെ താഴത്തെ ഒരു വീട്ടുകാരൊക്കെ താമസം മാറി അവിടുന്ന്. താഴേക്ക് ചെന്ന് ഞാൻ കാണാം. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് കണ്ടോ, ആ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി നശിച്ചു പോയതാണ്. സൈഡൊക്കെ പറ്റ പോയി, വെള്ളം കയറി. ഈ മഴക്കാലത്ത് ഒലിച്ചു വന്നൊരു വലിയൊരു മരമാണ് കേട്ടോ. മരത്തിൻ്റെ ഒരു പീസാണ്, ഒരു മരത്തിൻ്റെ പീസാണ്. പറമ്പായിരിക്കുന്ന കോലം കണ്ടില്ലേ, ഒക്കെ കല്ലായി, ഫുള്ള് മണ്ണൊന്നുമില്ല. മണ്ണൊക്കെ ഇല്ലാണ്ട് തീരെ ഒലിച്ചു പോയി, മണ്ണൊക്കെ ഒലിച്ചു പോയി.